പിതാവായ ദൈവമേ, അങ്ങേക്ക് സ്തുതി. പുത്രനായ ദൈവമേ, അവിടുത്തേക്ക് ആരാധന. പരിശുദ്ധാത്മാവായ ദൈവമേ, അവിടുത്തേക്ക് മഹത്വം. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ലോകത്തിൻ്റെ വിവിധങ്ങളായ ഭാഗങ്ങളിരുന്നു കൊണ്ട്, ഷാലോൺ ടിവിയുടെ മുമ്പിൽ ഇരുന്നു കൊണ്ട് ഈ സന്ദേശം കേൾക്കുവാൻ ദൈവം ഒരുക്കിയ സർവരെയും അങ്ങേ കരങ്ങളിലേക്ക് പൂർണ്ണമായി അർപ്പണം ചെയ്യുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങൾ തുറന്നു തരണമേ, ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ, ഞങ്ങളുടെ മനസ്സിനെ ശക്തിപ്പെടുത്തണമേ. ഈശോയിൽ ഏറ്റവും പ്രിയം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം പരാതി പറയാത്ത പരിശുദ്ധ അമ്മ. വചനം തരുന്നു ലൂക്കയുടെ സുവിശേഷം 1-ാം അധ്യായം 35-ാം വാക്യം. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ എന്നിൽ നിറവേറും എന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ എന്നിൽ നിറവേറും എന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. പ്രിയപ്പെട്ട മക്കളെ, ഈശോ മനുഷ്യകുലത്തിന് നൽകിയ ഏറ്റവും വലിയ സമ്മാനങ്ങളാണ് പരിശുദ്ധ അമ്മ, പരിശുദ്ധ കുർബാന, പരിശുദ്ധാത്മാവ്. ഇന്ന് നാം പരാതി പറയാത്ത പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുകയാണ്. പ്രകാശത്തെ സൂര്യനിൽ നിന്ന് വേർപെടുത്താൻ സാധിക്കാത്തതുപോലെ പരിശുദ്ധ അമ്മയെ ഈശോയിൽ നിന്നും മാറ്റി നിർത്തുവാൻ സാധ്യമല്ല. മറിയം വിശ്വാസികളുടെ അമ്മയാണ്. മറിയം ക്രിസ്ത്യാനികളുടെ സഹായമാണ്. നാം അമ്മയോട് ചേർന്ന് നിന്നാൽ സ്വർഗത്തിൻ്റെ വഴികൾ, ആത്മീയമായ വഴികൾ, അഭിഷേകത്തിൻ്റെ വഴികൾ അമ്മ തന്നെ നമുക്ക് പറഞ്ഞു തരും. 13-ാം ലയോ മാർപ്പാപ്പ പറയുന്നു, മാതാവും മാതൃഭക്തിയും എല്ലാ തിന്മകൾക്കുള്ള മറുമരുന്നാണ്. മാതാവും മാതൃഭക്തിയും എല്ലാ തിന്മകൾക്കുമുള്ള മറുമരുന്നാണ്. അലറുന്ന സിംഹത്തെ പോലെ മനുഷ്യരെ പിടികൂടാൻ കടന്നു വന്നുകൊണ്ടിരിക്കുന്ന പിശാചിനെ തകർത്ത് കളയുവാൻ മാതാവ് നൽകിയ ആത്മീയ ആയുധങ്ങളാണ് ജപമാലയും ഉത്രീയവും അത്ഭുത മെഡലും. പലതരത്തിൽ മനുഷ്യനെ കെണിയിൽ വീഴ്ത്തുവാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അലസത, അമിതമായ ഭക്ഷണം, അമിതമായ ഉറക്കം, ആഡംബര ഭ്രമം, അമിതമായ കൂട്ടുകെട്ട്, ദാമ്പത്യമായ പ്രതിസന്ധി, കുടുംബ പ്രശ്നങ്ങൾ, ധാർമ്മികമായ അരാജകത്വം, ഇതിലൂടെ നല്ല നല്ല ഹൃദയങ്ങളെ തിന്മയിലേക്ക് അവൻ നയിച്ചുകൊണ്ട് പോകുമ്പോൾ മാതൃഭക്തിയും പരിശുദ്ധ അമ്മയുമാണ് എല്ലാ തിന്മകൾക്കുള്ള മറുമരുന്ന് എന്ന് മാർപ്പാപ്പമാർ പറഞ്ഞു വയ്ക്കുന്നു. രണ്ടാമതായി പറയുന്നു, എല്ലാ അനുഗ്രഹങ്ങളുടെയും ഉറവിടമാണ് പരിശുദ്ധ കന്യാമറിയം. അനന്തശക്തിയുള്ള ദൈവത്തോട് നമ്മൾ ചേർന്ന് നിന്നാൽ അനന്തമായ സാധ്യതകൾ ദൈവമായ കർത്താവ് നമുക്ക് തുറന്നു തരും. അന്ധവിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക്, അജ്ഞതയിൽ നിന്ന് ജ്ഞാനത്തിലേക്ക്, അശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക്, സ്വാർത്ഥതയിൽ നിന്ന് ഔദാര്യത്തിലേക്ക്, കാഴ്ചയിൽ നിന്ന് ഉൾക്കാഴ്ചയിലേക്ക്
പരിശുദ്ധ അമ്മ നമ്മെ നയിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് പരിശുദ്ധ പിതാക്കന്മാർ പറയുന്നത് പരിശുദ്ധ അമ്മ എല്ലാ അനുഗ്രഹങ്ങളുടെയും ഉറവിടമാണ്. അനുഗ്രഹങ്ങളുടെ ഉറവിടമായ പരിശുദ്ധ അമ്മയിൽ അഭയം തേടിയാൽ നമ്മുടെ ജീവിതത്തിൽ പരാജയങ്ങൾ, അധോഗതികൾ സംഭവിക്കുകയില്ല. മൂന്നാമതായി പരിശുദ്ധ പിതാവ് പറയുകയാണ്, തിന്മയ്ക്കെതിരെ ഉപയോഗിക്കാവുന്ന മൂർച്ചയുള്ള ഒരു ആയുധമാണ് പരിശുദ്ധ അമ്മയും മാതൃഭക്തിയും. കൽക്കരി കട്ട പോലെയുള്ള ജീവിതങ്ങളെ സ്നേഹിച്ച് തീക്കട്ടയാക്കുവാൻ പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിക്ക് സാധിക്കും. പശ്ചാത്താപത്തിന്റെയും പരിഹാരത്തിന്റെയും വഴികളിലൂടെ നടന്നു നീങ്ങുവാൻ പരിശുദ്ധ അമ്മ കൂടെ നിൽക്കും. വേദനയോടെ പ്രാർത്ഥിക്കാൻ, ത്യാഗത്തോടെ പ്രാർത്ഥിക്കുവാൻ, സഹിച്ചു പ്രാർത്ഥിക്കുവാൻ അമ്മ നമുക്ക് പരിശീലനം നൽകും. ലോകസുഖങ്ങൾ വിട്ടുമാറിക്കൊണ്ട് ആത്മസുഖത്തിന്റെ വഴിയുടെ നീങ്ങുവാൻ പരിശുദ്ധ അമ്മ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. തിന്മയ്ക്കെതിരെ ഉപയോഗിക്കാവുന്ന മൂർച്ചയുള്ള ആയുധമാണ് പരിശുദ്ധ കന്യാമറിയം. നാലാമതായി മുറിവുകൾ വെച്ച് കെട്ടുന്ന അമ്മയാണ്. നമ്മുടെ ഓരോരുത്തരുടെയും തെറ്റായ തീരുമാനങ്ങൾ കൊണ്ടും അവിവേകപൂർണമായ തീരുമാനങ്ങൾ കൊണ്ട് നമ്മൾ നമുക്ക് തന്നെ മുറിവ് ഉണ്ടാക്കുന്നുണ്ട്. ഒരുപക്ഷെ നമ്മുടെ സ്നേഹവും ആത്മാർത്ഥതയും രാവും പകലുള്ള അധ്വാനവും തെറ്റായ വിധത്തിൽ വ്യാഖ്യാനിച്ചേക്കാം. അതുവഴിയായി മുറിവുകൾ ഉണ്ടായേക്കാം. ഈ മുറിവുകൾ ഉണക്കാൻ പരിശുദ്ധ അമ്മയ്ക്ക് പ്രത്യേകമായ ഒരു കഴിവുണ്ട്. ലൂക്കയുടെ സുവിശേഷം 1-ാം അധ്യായം 26-ാം തിരുവാക്യം, ഗബ്രിയേൽ മാലാഖ പരിശുദ്ധ അമ്മയോട് പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ നിനക്ക് സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ, നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, അവന് യേശു എന്ന് പേരിടണം. മാതാവ് ചോദിച്ചു, ഇതെങ്ങനെ സംഭവിക്കും? മാലാഖ പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ശ്രദ്ധിക്കുക, മാതാവ് പറയുന്നു, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ അസൗകര്യങ്ങളെ ഓർത്ത് ദുഃഖിക്കുന്നവരാണ് നമ്മൾ. ചെറിയ ചെറിയ കാര്യങ്ങളിലാണെങ്കിലും വലിയ കാര്യങ്ങളിലാണെങ്കിലും അനുസരിക്കണമെങ്കിൽ, ദൈവഹിതം തിരിച്ചറിയണമെങ്കിൽ വിശ്വാസത്തിന്റെ പാതയിലൂടെ നമ്മൾ നടന്നു നീങ്ങണം. വിശ്വാസം ഉള്ളിടത്താണ് അനുസരണം വളരുക. അതുകൊണ്ടാണ് മാതാ പറഞ്ഞത്, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ എന്ന്. നസ്രത്തിലെ കുടുംബം അനുസരണത്തിലെ വലിയൊരു മാതൃകയാണ്. ദൈവം വെച്ച് വിളമ്പിയത്, ദൈവം ആഗ്രഹിച്ചത് മുഴുവൻ പരാതിയില്ലാതെ, പരിഭവങ്ങളില്ലാതെ, മുറുമുറുപ്പില്ലാതെ ഏറ്റുവാങ്ങിയവളാണ് പരിശുദ്ധ കന്യാമറിയം. പരാതിയില്ലാതെ ജീവിച്ച ഒരു സ്ത്രീ രക്തത്തെ കാണണമെങ്കിൽ പരിശുദ്ധ അമ്മയിലേക്ക് നോക്കണം. പഴയ നിയമ ചരിത്രത്തിൽ മുഴുവൻ നോക്കിക്കഴിഞ്ഞാൽ മൂശയ്ക്കെതിരായി, അഹ്റോനെതിരായി, ഹൂറിനെതിരായി മുറുമുറുക്കുന്ന ജനതയാണ് കാണുന്നത്. എന്നാൽ പുതിയ നിയമത്തിൽ പരിശുദ്ധ അമ്മ നമുക്ക് മാതൃകയാകുകയാണ്. ഗർഭിണിയായി ബേത്ലഹേമിലേക്ക് പോകുമ്പോൾ മാതാവ് പരാതിപ്പെടുന്നില്ല.
ബേത്ലഹേമിൽ നിന്ന് കൊടും മഞ്ഞത്ത് ഈജിപ്തിലേക്ക് യാത്രയാകുമ്പോൾ മാതാവ് പരാജയപ്പെടുന്നില്ല. വീണ്ടും തിരിച്ചു വരാൻ പറയുമ്പോൾ വരുമ്പോൾ മാതാവ് പരാതിപ്പെടുന്നില്ല. 12 വയസ്സിൽ ജെറുസലേം ദൈവാലയത്തിൽ വെച്ച് ബാലനായ യേശുവിനെ കാണാതെയായപ്പോൾ മാതാവ് പരാതിപ്പെടുന്നില്ല. നിരപരാധിയായിരിക്കുന്ന തന്റെ മകനെ മരണത്തിന് വിധിക്കപ്പെട്ടപ്പോൾ മാതാവ് പരാതിപ്പെടുന്നില്ല. ചാട്ടവാറുകൊണ്ട് മാറി മാറി അടിച്ച് ശരീരം മുഴുവൻ ഉഴിവ് ചാലുപോലെ കീറി മുറിച്ചിട്ടും മാതാവ് പരാതിപ്പെടുന്നില്ല. മുൾക്കിരീടം തലയിൽ തല്ലി കയറ്റിയപ്പോഴും മാതാവ് പരാതിപ്പെടുന്നില്ല. കാൽ ചരണങ്ങളിലേക്ക് തന്റെ കൈകൾ വെച്ച് കുരിശോട് ചേർത്തടിക്കുമ്പോഴും മാതാവ് പരാതിപ്പെടുന്നില്ല. അല്പം വെള്ളം തരണമെന്ന് കുരിശിൽ കിടന്ന് അപേക്ഷിക്കുമ്പോഴും മാതാവ് പരാതിപ്പെടുന്നില്ല. 3 ആണികളിൽ തൂങ്ങി ആകാശത്തിൻ ഭൂമിക്കിടയ്ക്ക് തൂങ്ങി മരിക്കുമ്പോഴും മാതാവ് പരാതിപ്പെടുന്നില്ല. മരിച്ച തന്റെ മകന്റെ മൃതശരീരം തന്റെ മടിയിൽ കിടത്തുമ്പോഴും മാതാവ് പരാതിപ്പെടുന്നില്ല. പരാതി പറയാത്ത, പരിഭവങ്ങൾ പറയാത്ത ഒരു ജീവിതമാണ് പരിശുദ്ധ കന്യാമറിയത്തിൻ്റെത്. എന്തുകൊണ്ടാണ് മാതാവ് പരാതി പറയാതിരുന്നത്? ബൈബിളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും, വിശുദ്ധിയുള്ളവർ ചിലപ്പോൾ ദാനിയേലിനെ പോലെ സംരക്ഷിക്കപ്പെട്ടേക്കാം. വിശുദ്ധിയുള്ളവർ ചിലപ്പോൾ പൂർവ്വ യൗസേ പിതാവിനെ പോലെ പീഡിപ്പിക്കപ്പെട്ടേക്കാം. വിശുദ്ധിയുള്ളവർ ചിലപ്പോൾ ആബേലിനെ പോലെ രക്തസാക്ഷികളാകേണ്ടി വന്നേക്കാം. വിശുദ്ധിയുള്ളവർ ചിലപ്പോൾ സൂസന്നയെ പോലെ തെറ്റിദ്ധരിക്കപ്പെട്ടേക്കാം. എന്നാൽ എല്ലാം ദൈവത്തിന്റെ അനന്ത പരിപാലനയിലാണ് എന്ന് ഇത് സംഭവിക്കുന്നത് എന്ന് വിശ്വസിക്കുന്നവർക്ക് മാത്രമേ പരാതി കൂടാതെ, പരിഭവങ്ങൾ കൂടാതെ ദൈവഹിതത്തിന് പൂർണ്ണമായിട്ടും വിധേയപ്പെടുവാനായിട്ട് സാധിക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവമായ കർത്താവ് നമ്മോട് പറയുന്നു, പരാതികൾ അവസാനിപ്പിച്ചാൽ നിന്റെ ജീവിതത്തിൽ പരിശുദ്ധി വളർന്നു വരും. പരാതികൾ അവസാനിപ്പിച്ചാൽ നിന്റെ ജീവിതത്തിൽ അഭിഷേകങ്ങൾ കടന്നു വരും. ലൂക്കയുടെ സുവിശേഷം 1-ാം അധ്യായം 46-ാം തിരുവാക്യം. മറിയം പറഞ്ഞു, എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു വ്യക്തിക്ക്, ദൈവത്തിൽ മാത്രം ആനന്ദം കൊള്ളുന്ന വ്യക്തിക്ക് പരിഭവങ്ങൾ അവന്റെ ബുദ്ധിതലത്തിലോ അബോധതലത്തിലോ ഉയർന്നു വരുവാൻ ദൈവം അനുവദിക്കുകയില്ല. പരിശുദ്ധ അമ്മ പറഞ്ഞില്ലേ, ലൂക്കയുടെ സുവിശേഷം 1-ാം അധ്യായം 49-ാം തിരുവാക്യം, ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അവിടുത്തെ നാമം പരിശുദ്ധമാണ്, അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും കരുണ വർഷിക്കും. ഈ കരുണ കൊണ്ടാണ്, ഈ കൃപ കൊണ്ടാണ് പരാതികൾ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റുന്നത്. ജീവനുള്ള ദൈവം എൻ്റെ കൂടെയുണ്ട്, ജീവനുള്ള ദൈവം എൻ്റെ സഹായത്തിന് വരും. നമ്മുടെ ഞെരുക്കത്തിന്റെ കാലത്തും നമ്മുടെ സമൃദ്ധിയുടെ കാലത്തും ആരാ മക്കളെ സഹായിക്കാൻ വന്നിട്ടുള്ളത്? നിന്റെ കൊടും ദാരിദ്ര്യത്തിന്റെ നടുവിൽ അന്ന് വന്നു തന്ന ആ പാവപ്പെട്ട മകൻ മാതാവ് പറഞ്ഞയച്ചതല്ലേ? വേർപാടിന്റെ ദുഃഖത്തിൽ ആരോരുമില്ലാതെ ഏകാന്തനായി ഏകാഗിയായി നിന്റെ മുറിയിൽ കരഞ്ഞിരുന്നപ്പോൾ നിന്നെ സഹായിക്കാൻ വന്ന ആ മകൾ, ആ അയൽക്കാരി, ആ പ്രേക്ഷിതൻ മാതാവ് പറഞ്ഞയച്ചതല്ലേ? എല്ലാവരുടെയും പരിഹാസ വിഷയമായി ഒരു കുഞ്ഞില്ലാത്തതിന്റെ പേരിൽ വേദനിച്ചിരുന്ന സമയത്ത്
സാരമില്ല മോളെ, നമുക്കൊരു ധ്യാനത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞ് ഒരു സഹോദരനോ ഒരു സഹോദരിയോ നിന്റെ പക്കലേക്ക് വന്നിട്ടില്ലേ? അത് മാതാവ് പറഞ്ഞയച്ചതല്ലേ? സങ്കീർത്തനം 18:1 നാം വായിക്കുന്നു, എന്റെ കർത്താവേ, എന്റെ ശക്തിയുടെ ഉറവിടമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ഇതാണ് പരിശുദ്ധ കന്യാമറിയത്തെ കുറിച്ച് സാരസംഗ്രഹമായിട്ട് പറയാൻ സാധിക്കുക. എന്റെ കർത്താവേ, എന്റെ ശക്തിയുടെ ഉറവിടമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. എന്റെ മക്കളെ, ഞാനൊന്ന് പറയട്ടെ, നമ്മൾ ദൈവത്തിന്റെ പിറകെ പോയാൽ ബാക്കിയുള്ളതെല്ലാം നമ്മുടെ കൂടെ വന്നുകൊള്ളും. നമ്മൾ ദൈവത്തിന്റെ പിറകെ പോയാൽ ലോകത്തിലുള്ള ബാക്കിയുള്ളത്, നിനക്ക് ആവശ്യമുള്ളത് നിന്റെ പിന്നാലെ വന്നുകൊള്ളും. സമ്പത്ത് വേണോ? ദൈവത്തിന്റെ പിറകെ നീ പോകുക. സൗന്ദര്യം വേണോ? ദൈവത്തിന്റെ പിറകെ പോകുക. ആരോഗ്യം വേണോ? ദൈവത്തിന്റെ പിറകെ പോകുക. പേര് വേണോ? പ്രശസ്തി വേണോ? ദൈവത്തിന്റെ പിറകെ പോകുക. ദൈവത്തിന്റെ പിറകെ പോയാൽ ബാക്കിയുള്ളതെല്ലാം ദൈവം നമുക്ക് തരും. നമ്മുടെ ജീവിതം സൃഷ്ടാവിനെ വിട്ടുകൊണ്ട് സൃഷ്ടിയുടെ പക്കലേക്കും മറ്റു കാര്യങ്ങളിലേക്കും പോകുന്നത് കൊണ്ടാണ്. ദൈവത്തെ കൂടാതെ ദൈവത്തെ പോലെ ആകാനായിട്ട് മോഹിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ പരിഭവങ്ങളും പരാതികളും ഉണ്ടായിത്തീരുന്നത്. ഇന്ന് പരിശുദ്ധ അമ്മ 3 ആത്മീയ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി തരുന്നുണ്ട്. ഒന്നാമത്തെ ആത്മീയ രഹസ്യം, സ്തുതിയുടെ ജീവിതം ആരംഭിക്കുക. രണ്ടാമത്തെ ആത്മീയമായ രഹസ്യം, നന്ദിയുടെ ജീവിതത്തിലേക്ക് നീ പ്രവേശിക്കുക. മൂന്നാമത്തെ ആത്മീയ രഹസ്യം, ആരാധനാ ജീവിതം നയിക്കുക. സ്തുതിയുടെയും നന്ദിയുടെയും ആരാധനയുടെയും ജീവിതത്തിലൂടെ പരാതിയില്ലാത്തൊരു ജീവിതം നയിക്കാൻ സാധിക്കുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തി തരുന്നു. എപ്പോഴാ പരാതി വർദ്ധിക്കുന്നത് പ്രിയപ്പെട്ടവരെ? സ്തുതിയുടെ ജീവിതം എപ്പോൾ അവസാനിക്കുന്നുവോ, അസ്തമിക്കുന്നുവോ, അവിടെ പരാതികൾ ഉയരും. സ്തുതികൾ എപ്പോഴും ഓർമ്മയിൽ നിന്നാണ്. പഴയ കാലങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ പഴയ ഓർമ്മകളിൽ നിന്നാണ് ഒരു വ്യക്തിക്ക് സ്തുതിക്കുവാനുള്ള കൃപ കിട്ടുന്നത്. ഇസ്രായേൽ ജനത ദൈവത്തെ സ്തുതിക്കുന്നത് മരുഭൂമിയുടെ നടന്നപ്പോൾ രാത്രികാലങ്ങളിൽ ദീപസ്തംഭമായി, പകൽ സമയത്ത് മേഘസ്തംഭമായി തന്റെ പിന്നാലെ വന്ന ദൈവത്തെ ഓർക്കുമ്പോൾ എങ്ങനെ സ്തുതിക്കാതിരിക്കാൻ സാധിക്കുക? കുടിക്കാൻ കുടിനീരില്ലാതിരുന്നപ്പോൾ പാറമേലടിച്ച് വെള്ളം കൊണ്ടുവന്ന ആ ദൈവത്തെ എങ്ങനെയാണ് സ്തുതിക്കാതിരിക്കുക? ഭക്ഷിക്കാതെ ഭക്ഷണമില്ലാതിരുന്നപ്പോൾ കാടപ്പക്ഷി അയച്ച ആ ദൈവത്തെ എങ്ങനെയാണ് സ്തുതിക്കാതിരിക്കുക? എന്റെ പ്രിയപ്പെട്ടവരെ, ഒന്ന് ആലോചിച്ച് നോക്കുക. എത്ര പേർ നമ്മെ സഹായിച്ചുകൊണ്ടാണ് ഇന്ന് നമ്മൾ ഈ അവസ്ഥയിലായത്? എത്രയോ പേർ നമ്മോട് ക്ഷമിച്ചത് കൊണ്ടല്ലേ ഈ അവസ്ഥയിൽ നിന്ന് നമ്മൾ എത്തിയിരിക്കുന്നത്? എത്രയോ കുറവുകളിൽ, എത്രയോ വീഴ്ചകളിൽ, മണ്ടത്തരങ്ങളിൽ ദൈവവും മനുഷ്യനും കരുണ കാണിച്ചുകൊണ്ടല്ലേ മക്കളെ ഇന്ന് നമ്മൾ ഈ അവസ്ഥയിലായിരിക്കുന്നത്? നമ്മൾ വളരുവാൻ വേണ്ടി, ഉയരുവാൻ വേണ്ടി, ജയിക്കുവാൻ വേണ്ടി എത്രയോ പേർ നമുക്ക് വേണ്ടി കുനിഞ്ഞു തന്നിട്ടുണ്ട്. എത്രയോ പേർ നമുക്ക് വേണ്ടി തോറ്റു കൊടുത്തിട്ടുണ്ട്. എത്രയോ പേർ മാറി നിന്നിട്ടുണ്ട്. എത്രയോ പേർ നമുക്ക് വേണ്ടി അധ്വാനിച്ചിട്ടുണ്ട്. ഒരു പ്രതിഫലവും കൂടാതെ നമ്മെ സഹായിച്ചവരില്ലേ?
ഒരിക്കലും തിരിച്ചു കിട്ടിയില്ല എന്നറിഞ്ഞിട്ടും നമ്മുടെ കൈകളിൽ കൊണ്ടുവന്ന് സമ്മാനങ്ങളും സമ്പത്തും സൗകര്യങ്ങളും നമുക്ക് ഒരുക്കി തന്നില്ലേ? ഇതൊക്കെ ഓർത്തു കഴിഞ്ഞാൽ സ്തുതിക്കാതിരിക്കാൻ സാധിക്കുമോ? ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തുന്നു, തെറ്റായ വിശ്വാസം, തെറ്റായ ചിന്തകൾ, തെറ്റായ മുൻവിധികൾ ഇപ്രകാരമുള്ളവർക്ക് സ്തുതിക്കുവാനായിട്ട് സാധിക്കുകയില്ല. വന്ന വഴിയെ നമ്മൾ ആരും മറക്കരുത് കേട്ടോ. വന്ന വഴികളെ മറക്കുന്നവർക്ക് ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് സാധിക്കുകയില്ല. പരാതി പറയാതെ ജീവിക്കാനായിട്ടുള്ള രണ്ടാമത്തെ ആത്മീയമായ ആയുധമാണ് നന്ദിയുടെ ജീവിതം. ദൈവത്തോട് നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം. മനുഷ്യരോട് നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം. സഹോദരങ്ങളോട് നന്ദിയുള്ളവരായിരിക്കണം. സഭയോട് നന്ദിയുള്ളവരായിരിക്കണം. സഹപ്രവർത്തകരോട് നന്ദിയുള്ളവരായിരിക്കണം. സാഹചര്യങ്ങളോട് നന്ദിയുള്ളവരായിരിക്കണം. നമ്മെ വളർത്തുവാനും നമ്മെ ഉയർത്തുവാനുമായിട്ട് ദൈവം അയച്ച എത്രയോ വ്യക്തികളെ ഒന്ന് ഓർക്കാറുണ്ടോ? മനുഷ്യൻ പരാജയപ്പെടുന്നതിന്റെ കാരണങ്ങളിൽ ഒന്ന്, നിന്നെ വളർത്തിയവരെയും നിന്നെ ഉയർത്തിയവരെയും നിന്നെ വഴി കാണിച്ചവരെയും നിന്നെ കാവൽ നിന്നവരെയും നീ സൗകര്യപൂർവ്വം മറന്നു കളയുകയാണ്. നന്ദിയുടെ ജീവിതം ആരംഭിക്കുക. നമ്മുടെ അധരത്തിൽ നിന്നും പരാതികൾ അവസാനിക്കും. അവസാനമായി ആരാധനയുടെ ജീവിതം ആരംഭിക്കുക. വചനം പറയുന്നു, എന്റെ ജനത്തെ മരുഭൂമിയിൽ ആരാധന അർപ്പിക്കാൻ വിട്ടയക്കുക. ഞാൻ എന്റെ കൂടാരം നിങ്ങളുടെ ഇടയിൽ സ്ഥാപിക്കും. ഞാൻ നിങ്ങളെ ഉപേക്ഷിക്കുകയില്ല. ഞാൻ നിങ്ങളുടെ ഇടയിലൂടെ സഞ്ചരിക്കും. ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങൾ എനിക്ക് ജനവുമായിരിക്കും. ഒരു ആരാധനാ മനോഭാവം നമുക്കുണ്ടാകട്ടെ. നമുക്ക് കണ്ണുകൾ അടയ്ക്കാം, കരങ്ങൾ കൂപ്പാം. എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നമുക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്ക് എല്ലാം ചെയ്യാൻ സാധിക്കും. കർത്താവിൻ്റെ ദൂതൻ ദൈവ ഭക്തന്മാരുടെ ചുറ്റും പാളയമടിച്ച് അവരെ സംരക്ഷിക്കും. ദൈവമേ, പരാതിയിൽ നിന്ന് പരിഭവത്തിൽ നിന്ന് കാത്തുരക്ഷിക്കുവാൻ സ്തുതിയുടെയും നന്ദിയുടെയും ആരാധനയുടെ ജീവിതം തന്ന് ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. ആമേൻ.